വർഷങ്ങൾക്ക് ശേഷം ഷാഡോ ഫൈറ്റ് 3 ഈസ് ബാക്ക് ഗൈസ്. ഇത്ര നാൾ എവിടെയാണെന്ന് ടൈം ടു മച്ച് ബിസി. ഐ എം സോറി ഗൈസ്. എനിക്കൊന്നും നിങ്ങളെ അതുപോലെ ഷാഡോ ഫൈറ്റ് കൊണ്ടുവരാൻ പറ്റാത്ത ഐ എം ടു മച്ച് സോറി. ഇന്നാണ് ഞാൻ ഷാഡോ ഫൈറ്റ് കയറണത് തന്നെ. അപ്പോൾ ഇതോ ഇത് 165 കാരണം നമ്മൾ കഴിഞ്ഞ സാരസ് ടോപ്പിക്കുന്ന വലിയ ഞാൻ പേടിച്ച് ഗൈസ് ഓടിക്കളഞ്ഞായിരുന്നു. ഇനി ഞാൻ പേടിക്കില്ല ഗൈസ്, നിങ്ങൾ പേടിക്കണ്ട. ഇനി ഞാൻ പേടിക്കുന്ന പരിപാടിയേ ഇല്ല. ഇതാണ് ഗൈസ് ഇന്ന് നമ്മൾ സാർജിനെയാണ് അപ്പോൾ തോപ്പിക്കാൻ പോണേ. ഇപ്പോൾ ഹാർഡിലായിരുന്നു ഫൈറ്റ് ഹോൾഡ് നോ ഷാഡോ ടെക്നിക്സ് ജസ്റ്റ് ബ്രൂട്ട് സ്റ്റോൺ. ഇവനെ കൊല്ലണമെന്ന് വെച്ചാൽ ലോകം മെമ്പാട് ഞാൻ കഷ്ടപ്പെട്ട ഞാനൊന്നും പറയണില്ല. എനിക്ക് ചെയ്യട്ടെന്ന് ആലോചിക്കണം ഞാൻ. ഓക്കെ എനിക്ക് തുടങ്ങാം. നമ്മൾ സാർജിനെ തോപ്പിക്കാൻ പോണ പ്ലാൻ. ഡ്യൂഡ് ഒരു തവണ കളിക്കണം. ഫാസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഡ്യൂലൊന്ന് കളിക്കാം. വല്ലതും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ഓ നോ, വാട്ട് ഈസ് ദിസ്? എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല ഞാൻ എങ്ങനെയാണ് കളിച്ചുകൊണ്ടിരുന്നതിന് മുമ്പ്. ഞാൻ നല്ലപോലെ കളിക്കുന്നുണ്ടല്ലേ. വാ ഓക്കെ, ഇതാണ് നമ്മളെ ബട്ടൺസ് ഓർത്ത് വയ്ക്കണം. അറിയാം ഓർമ്മ പക്ഷെ എനിക്കിത്തിരി മനസ്സിലാക്കാൻ സമയം എടുക്കും. ഓഹോ മോനെ പറ്റൂല. എനിക്കൊന്നും ഓർമ്മയില്ല ഇവിടെ എന്തിനാണ് നടക്കണതെന്ന് സത്യം പറയാലേ. സത്യം പറയാതെ എനിക്ക് ഒന്നും അറിഞ്ഞൂടെ ഇവിടെ എന്തിനാണ് നടക്കുന്നത്. സത്യം ഞാൻ മറന്നു പോയില്ല. എന്നാലും എത്രയൊക്കെ കളിക്കുന്നുണ്ടല്ലോ. ഓക്കെ 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 ഓക്കെ. ഈ സമയത്ത് എന്തിനാണ് അടി വാങ്ങിക്കുന്നത്? പ്ലീസ് ഷാഡോ, യു വാണ്ട് ടു ടെൽ ദാറ്റ് ആൻസർ? യെസ്, ഇറ്റ്സ് ടൈം. ഇപ്പോൾ അല്ല ഓർമ്മ വന്നു. കൂച്ചി ടെക്നിക്. ഓ യെസ്, മൈ ഫേവറേറ്റ് ടെക്നിക്. ഞാൻ ഈ മാച്ച് തോക്കും. സാർജൻ്റെ പേടിയായിരുന്നോണ്ട് ഗൈസ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുക്കാത്ത. ഞാൻ ജയിച്ചു സുഖമായിട്ട് ജയിച്ചു. ശരി കണ്ടിന്യൂ. 100 കോയിൻസ്. നമുക്ക് ഒരു റൗണ്ടും കൂടെ ഒന്ന് കളിച്ചാൽ. ഒരു റൗണ്ടും കൂടെ കളിക്കാം ഗൈസ്. അതാവുമ്പോൾ നമുക്ക് കാരണം എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ അവനെ സാർജ് തമ്മിൽ ചില കളി കണ്ടിട്ടുണ്ട്. അതിൽ സാർജിൻ്റെ സ്പീഡാണ് ഗൈസ്. സാർജിൻ്റെ മെയിൻ വീക്ക്നെസ് സ്പീഡോടെ അറ്റാക്ക്. ഇവനെയൊക്കെ ഞാൻ പറയാണ് ദേഷ്യം. ഒന്നേ വാടാ. ഉണ്ട് ദൈവം, ഇവൻ ആരിത്? സൽമാൻ ഖാനാണ്. പോളി എന്നിടിച്ച് പൊട്ടിച്ചു. ചെറുക്കൻ പൊട്ടിച്ചു. ചേട്ടായി പോയി. ഞാൻ റിവൈൻഡ് ചെയ്യാനാണ് ഡ്യൂല് കളിക്കണം. നമ്മൾ ഇത്ര പെട്ടെന്ന് സാർജിനെ തപ്പിച്ച് പോകണമെന്നില്ലല്ലോ. പല ഓൾഡ് ടെക്നിക്സ് ഒന്നും നടക്കുന്നില്ല കേട്ടാ. ഷാഡോ ഫൈറ്റ് ഒരുപാട് മാറി, ഞാൻ പറയാം. ചേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഏട്ടായി. ഇവൻ പോയി ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പം എൻ്റെ ഈ സ്പിയർ മാത്രമേ ഉള്ളൂ. ഇതിനെങ്കിലും പവർഫുൾ വെപ്പൺസിൻ്റെ വരും ഗൈസ്. കണ്ട് ഇതൊക്കെ വീക്ക് വെപ്പൺ.
എന്നാൽ ഇത്ര നേരമായിട്ട് എനിക്കൊരു ഇത് മാത്രമല്ലേ കിട്ടുന്നുള്ളൂ. ഒരു മിനിറ്റേ ഗൈസ്, എൻ്റെ ജീവിതം. ഓക്കെ, ഒരു റൗണ്ടും കൂടെ കളിച്ചാൽ കിട്ടും ഇത് തോന്നുന്നു. ഞാൻ മറന്നുപോയി. പെട്ടെന്ന് തന്നെ വീഡിയോ തീർത്തിട്ട് അടുത്ത എപ്പിസോഡ് പെട്ടെന്ന് തന്നെ വരണതാണ്. പെട്ടെന്ന് ഫൈറ്റ് പെട്ടെന്ന് പാടേ. സാർജന് എന്നെ തോപ്പിക്കണം വല്ലതും കിട്ടണമെങ്കിൽ. അയ്യോടാ, ഇവരെയൊക്കെ തോപ്പിക്കണേന്ന് വെച്ചാ ഓ കൊച്ചു പിള്ളേരോട് അടിയോടി ഞാൻ അടിയോടി ആ രീതിയായാലേ ബോയ് എല്ലാം ഇട്ടാൽ എൻ്റെ മോനെ, നീ എൻ്റെ മുമ്പിൽ വാവയാടാ. ഓയ് തോറ്റി. യു വിൻ മാൻ. എനിക്കറിയാൻ ഞാൻ ചെയ്യുന്നു. സമ്മാനം എവിടെ? സമ്മാനമില്ല. ഡ്യൂഡ് ഓപ്പൺ. കുറേ കാർഡ്സ് അപ്ഗ്രേഡായി കിട്ടി. ഓക്കെ, നൈസ് നൈസ് നൈസ്. ഓ, നല്ല ഡാമേജ് പോയി. എക്വിപ്മെൻറ്റ് ഇപ്പോൾ നിലവിലുള്ള ആർമർ ഇതാണോ പവർഫുള്ള്? 195. ഇത് തന്നെയാണ് നല്ലത്. അപ്ഗ്രേഡായി. ഇത് അപ്ഗ്രേഡ് 60 നമുക്ക് ലുക്ക് അനുസരിച്ച് ഇപ്പോൾ എടുക്കാൻ പറ്റില്ല, അതാണ് മെയിൻ പ്രശ്നം. അതുകൊണ്ട് നല്ല നോക്കി എടുക്കാൻ പറ്റും. ഹെൽമറ്റിലോ ഇത് തന്നെയാണ് നമ്പർ 1. ഇത് ഒരെണ്ണത്തിൻ്റെ ഇതേ ഉള്ളൂ. ഇതിൽ നല്ല ഭംഗിയാണ് കാണാൻ. വേണ്ട മറ്റേത്. നമ്മൾ സാർജൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണോ? പോണോ? ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ കുറേ ആലോചിച്ച് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഫൈറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇതാ വേറെയുള്ള ഫൈറ്റൊന്നും വേണ്ടല്ലേ. നോക്കുക നേരെ സാർജാണ്. പേടിയാണോ? പേടിയാണ്. എനിക്കറിയാം ഇയാളെന്നെ 5-6 കൊണ്ട് തോപ്പിക്കുന്നു. അയ്യേ സാർജൻ നീ നൂവാടാ. ഇവൻ ബാക്കിലോട്ട് പോണില്ല. ആദ്യത്തെ കളിയൊക്കെ ഞാൻ ജയിച്ചോളാം, അതൊക്കെ ഈസി. പക്ഷെ അടുത്ത ബോസാണ് ഇവ. ഒരിക്കൽ ചാടാൻ പാടില്ല. എവിടെ നിൽക്കാൻ ചാൻസേ വരുന്നില്ല മോനെ. അവന്തോ ഇത്ര ഡാമേജ് ആയിട്ട് എന്നെ കളി പോകാൻ വിടൂല. ഹാൻഡ് ഫൈറ്റ് ആയെന്താ ലിറ്ററലി ദിസ് ഇസ് സർച്ച് തോന്നി. ബോസാണ്. അടുത്ത് നീറിപ്പോണില്ല. ഈ മനസ്സിലായി. അയ്യേ, ഇവനെന്നെ ഒരു ഡാമേജും കൊടുക്കാം. ഇപ്പം സാർജ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയല്ലേ. എനിക്ക് സാർജൻ്റെ ഒന്ന് ഷാഡോ ടെക്നിക്ക് ശരിയാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവനെ പൊതിച്ചെടുക്കണം. ഇനി കാണിച്ചു കൊടുക്കാം അല്ലേ ഇവനൊക്കെ. ഞാൻ എനിക്ക് മനസ്സിലുണ്ട്, എനിക്ക് ചവിട്ടൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഞാൻ കളി തോറ്റു.
എനിക്ക് എന്താണെന്ന് മനസ്സിലായി. സ്റ്റിൽ ബ്രീത്തിങ്. എനിക്കൊന്നും അറിഞ്ഞില്ല. എനിക്ക് ദേഷ്യം വരെയാണ്. വല്ല നടക്കട്ടെ. ഓ ഡാമേജ് കൂടി. ഓ ട്രീറ്റ്മെൻറ്റിൽ പോയേ ആർമർ ഇതന്നെ പവർഫുള്ള്. അപ്പോൾ ഇതിൻ്റെ ഡാമേജ് കൂടി. ഇപ്പം ഇതിനെക്കാട്ടി പവർഫുൾ ഇതാണ്. ഓക്കെ ഇപ്പോഴാ ഇത് നോർമലി വരണം. എനിക്ക് ഒരു കുഴപ്പമില്ല. ഹാർഡ് തന്നെ. പക്ഷേ എനിക്ക് അവൻ്റെ ആദ്യത്തെ ഇതിൽ നിന്ന് ഞാൻ ജയിച്ചു. ആദ്യത്തെ റൗണ്ടിൽ ഒരു 5-6 ട്രൈ എടുക്കുമായിരിക്കും എനിക്ക്. നോക്കാം. ഡാമേജ് കൂടിയിട്ടുണ്ട് എൻ്റെ സ്പിയറിന്. ഇവനെ ആരിത് എനിക്ക് മനസ്സിലായി. ഇവൻ്റെ ആമറിൻ്റെ പവർ എനിക്ക് മനസ്സിലായി. ഇവൻ്റെ കൂടെ ക്ലോസ് റേഞ്ച് വേണ്ട. മനസ്സിലായി. ദൂരപ്പോടാ സാർജി. ദൂരപ്പോടാ സാർജിൻ്റെ വാവേ. ലോങ് റേഞ്ച് മതി. ലോങ് പോടാ നീ. ലോങ്ങിൽ പോവാൻ പറഞ്ഞാൽ പോക്കണം. അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. വളരെ പവർഫുള്ളാണ് സാർജ്. വളരെ അധികം പവർഫുൾ. വേറെ എന്തെങ്കിലും ഡിഫറെൻ്റ് ചെയ്യേണ്ടി വരും. എൻ്റെ സ്പിയറിന് ഡാമേജ് കൂടിയോണ്ടാണ് എല്ലാം നടക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ സ്പിയറിന് അവൻ്റെ മുമ്പിൽ എനിക്ക് വേണ്ട ഒരു സ്പീഡ് വെപ്പണാണ്. മനസ്സിലായ? ഓ ഷാർജ് പോയി. സാർജേ വാവേ പോയോ. വാവ എലിമിനേറ്റ് ആവൂപ്പ. ഒരു കളി ജയിക്കണം എനിക്ക്. ഒരു കളിയെങ്കിലും ഇത്തിരി ജയിക്കാൻ വിടടാ വാവേ. ഓ ചോട് പോയി. ഒരു കളി ജയിച്ച നമ്മൾ. ഓക്കെ അപ്പോൾ എനിക്കിത്തിരി തോപ്പിക്കാൻ പറ്റാവുന്ന. You are not leaving this arena. Allah, the spear will be mine. ഇവൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ആരുണ്ട്. ഇവൻ പവറായി. ഇനി ഞാൻ തോപ്പിക്കാൻ പറ്റൂല ഇവന്. ഈ മൂവിൻ്റെ പേടിയായിരുന്നു എനിക്ക്. ഞാനൊരു തോറ തീർന്നു. Sarge move towards you in a right manner. Step back, calculate good for counter attack. എനിക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യേണ്ടി വരും. ഒന്നുമില്ല എൻ്റെ കയ്യിൽ. ഒന്നുമില്ല. എന്നാലും എങ്ങനെയാണ് നടന്നത് എൻ്റെ കൂടെ. ഇപ്പോഴും മനസ്സിലാവണില്ല. എനിക്ക് എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരുമോ? പക്ഷേ ഞാൻ ഒരു തവണ ഇവിടെ ട്രൈ ചെയ്യാൻ പോയാണ്. പറ്റെങ്കിൽ പറ്റട്ട്. സാർജിൻ്റെ ആദ്യത്തെ ഫോം ഞാൻ തോപ്പിച്ച് നോക്കാം. സാർജിൻ്റെ മോനെ കാണിച്ച് തരാടാ. എനിക്ക് മനസ്സിലായടാ. എൻ്റെ കൂടെ കളി എനിക്ക് മനസ്സിലായടാ. വാടാ മോനെ, ഷാർജിൻ്റെ മോനെ വാടാ. എനിക്ക് വേണ്ടി ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഷാഡോ ഫൈറ്റിൽ ഗ്രൈൻഡ് ചെയ്തേ. അത് നീ എൻ്റെ മുമ്പിൽ തോക്കാനായിട്ട് അല്ലേ? ഞാൻ നിൻ്റെ മുമ്പിൽ അങ്ങനെ തോക്കില്ലടാ. നീ എന്നെ അടിയാടാ. നീ എന്നെ അടി. എന്നെ അടിച്ചേട്ടാ. ഞാൻ ഒന്നാമതൊരു പേടി. ഒരു ബോസിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ നോർമലാണെങ്കിലും കൂടി പേടിയാണ്. വാട ഇപ്പോൾ ദൂരെ പോയി. എനിക്ക് ഇവൻ്റെ കൂടെ ഞാൻ മിണ്ടൂല. ഇപ്പം മിണ്ടൂല. സർജേ മറിക്കോ. ഹെഡ്
ഒരു മിനിറ്റത്തേക്കൊന്ന് പോകായിരുന്നു കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുമല്ലോ ഇത്. ചാർജ് വേണ്ടടാ, വീട് തന്നെ പ്ലീസ്. എനിക്കിത്തിരി അപ്പോൾ ചാർജ് എനിക്ക് തോറ്റിരുന്നുണ്ട്. ചാർജ് എണ്ണം പൊളിയില്ലേ, തോറ്റായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇപ്പോൾ ചാർജിൻ്റെ കൂടെ നമ്മക്കൊണ്ട് പറ്റില്ല. നമുക്ക് ഈ കളി ചാർജിൻ്റെ കൂടെ പറ്റില്ല. നമുക്കൊത്തിരി മനസ്സിലായോ, നമുക്കൊത്തിരി ഗ്രൈൻഡ് ചെയ്തിട്ട് കളിച്ചാലോ. എന്തിനു പറയണേ, ഒത്തിരി ഗ്രൈൻഡ് ചെയ്തിട്ട് കളിക്കാം. ഗ്രൈൻഡേ ഉള്ളു വരി. അതുകൊണ്ടാണ് ഗതികേടാണ്. ഇന്നെന്തായാലും തോപ്പിക്കുമെന്ന് പറഞ്ഞാൽ തോപ്പിക്കും. മോനെ ഇതുവരെ നീ പിടിച്ച് പൊട്ടിക്കണം. ആ ഗതിയായി. ഇതിനു മുമ്പ് ഞാൻ നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട്. 62 ആണ് ഇതിൻ്റെ ഡാമേജിന്. എൻ്റെ സ്പിയറിൻ്റെ ഡാമേജ് 270. അത്രയൊക്കെ വരുമായിരിക്കും. നീയോ കിങ്ങിൻ്റെ പേര് ഇപ്പോൾ കിങ്ങേ അല്ല ഞാൻ. We are king, always be king. ഒന്നെന്നെ ഹിറ്റ് ചെയ്ത് എനിക്ക് മനസ്സിലായി എന്തൊരു പറ്റുമെന്നിങ്ങനെ. ഒരു ജോസ്ലാന്ന് തന്നു, കുഴപ്പമില്ല. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെയൊന്നുമില്ല, എന്നെക്കൊണ്ട് പറ്റൂലെന്ന്. Damn. This is damn. Star, please go, please. Oh, പൊളി. നല്ല ഡാമേജ് ഇല്ല. ഒരു ചവിട്ട് എനിക്ക് ചവിട്ടിയാൽ മതി. എന്നെ വെറുതെ വിടൂല. ഗ്രൈൻഡ് ചെയ്യണം. എനിക്ക് നല്ല ഗ്രൈൻഡ് ചെയ്യണം. എങ്കിലേ എനിക്ക് സാധനം തുറക്കും. അന്ന് തന്നെ ഗ്രൈൻഡ് ചെയ്തിരുന്നെങ്കിൽ വീടെടുത്ത് ഓക്കെ. ശരി. ഛേ എക്യും ഇതൊക്കെ ആയി. അറമറ ഓക്കെ. ഇതും 270 ഓക്കെ. നമുക്ക് തോപ്പിക്കാൻ പറ്റൂല. ഞാൻ പറയാം, നമുക്ക് തോപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ഇനിയും ഗ്രൈൻഡ് ചെയ്യണം. ഗ്രൈൻഡ് ചെയ്തപ്പോൾ കണ്ട നമ്മൾ ഒത്തിരി കൂടെ പവർഫുള്ളായി. ഒരു മിനിറ്റിലെ പവർഫുള്ളല്ലേ. ഇതെന്തോ വാട്ട്? ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റോ? ആണെങ്കിൽ ഞാൻ ആരാണെന്നറിയാം, മിസ്റ്റർ റെക്ടറാണ്. ഒരുണ്ട് ഗൈസ്, ഒന്നുമില്ല, ചെറിയൊരു സൗണ്ട് കേട്ടല്ലോ ഞാൻ താഴെ. പൊയ്ക്കോ ചടാടാ. അങ്ങനെ നോക്കോ. ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റ് നല്ല സമയം എടുക്കും എനിക്ക് തോന്നി. എന്തിനാണ് പാരാക്കണ? യങ് ലെജൻഡറിനെ തോപ്പിച്ചു. ഹാൻഡ് ടു ഹാൻഡാണ് എനിക്ക് മെയിൻ പ്രോബ്ലം. എൻ്റെ പൊന്നെ യങ് ലെജൻഡറി ചേച്ചി പോയി പണി. പൊളി ഫൈറ്റിംഗ് പൊളി കേട്ടോ. ഫൈറ്റിംഗ് ഒരു കിക്കിൻ്റെ പേരിൽ എന്തേരൊക്കെ ചെയ്യേണ്ടി. എങ്ങനെയെങ്കിലും ഒരു കിക്ക്. പൊളി. സാർജൻ്റെ തോപ്പിക്ക്. വീഡിയോ ഇത് നീളാവാൻ നല്ല സാർജൻ്റെ തോപ്പിക്കാൻ നോക്കാം. വീഡിയോ അധികം നീളാവാൻ പാടില്ല, അതാണ് എൻ്റെ മെയിൻ റൂൾ.
ചലോ ചോ ചലോ ചോ ചോ. എനിക്ക് ദേഷ്യം വരെയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്തു. ഇത് ലാസ്റ്റാണ്. ഞാൻ ഒത്തിരി കളി കളിച്ചിട്ട് വരാൻ കഴിയും ഗൈസ്. അങ്ങനെ ഞാൻ ഒത്തിരി ഗ്രൈൻഡ് ചെയ്തിട്ടൊക്കെ വന്ന് എന്താ പിന്നെ റെഡിയൊക്കെ ആയി ഗൈസ്. ഉണ്ടോ ഒത്തിരി ഗ്രൈൻഡൊക്കെ ചെയ്ത് പവറായിപ്പോൾ ഞാൻ ഒത്തിരി 217 ഇപ്പോൾ ഇതുണ്ട്. ഡാമേജ് വലുതായിട്ടൊന്നും പറ്റിയില്ല ഗ്രൈൻഡിൽ. ബാവാ ഫൈറ്റ് ചെയ്യാം. ഉറപ്പുണ്ട് ജയിക്കാം എന്നുള്ളൊരു ഉറപ്പുണ്ട്. എല്ലാം നടക്കില്ല. നീ പോ. നിനക്ക് പറ്റില്ലടാ, ഒരിക്കലും പറ്റില്ലടാ. ഷാഡോ എനർജി എനിക്കും കൊടുത്താടാ ഒത്തിരി. താടാ നമുക്ക് ടീമായിട്ട് അറ്റാക്ക് ചെയ്യടാ. സാർജേ വാ വലിയ സാർജേ. മുത്തല്ലേ സാർജുട്ടാ. ഞാൻ വെറുതെ ഇരിക്കും. ഇവൻ ആഗ്രഹിക്കുന്ന എന്തോന്നു രാജാവാവുന്നോ? ഈ മുട്ടത്തലയാ അപ്പോടാ മുട്ടത്തലയാ. മുട്ട സാർജ്. ഡേ അതെന്തോന്നും ചീറ്റിങ് അല്ലേ എൻ്റെ കൂടെ നടന്നിപ്പം? എനിക്ക് ഒരു ഇട്ട് അടിച്ചാൽ മതി. ഓ ഈ വരണ 4 കളി ഞാൻ ജയിക്കും. അവിടെ കാണിച്ചു തരാനാണ്. പാവല്ലേ പോട്ടെ എന്ന് വെച്ചപ്പോൾ തലക്കറി നേരങ്ങടാ. നീ തലക്കറി നേരങ്ങടാ. നീ തലക്കറി നേരങ്ങടാ. ഈ നോർമലായാൽ മതി. അവിടെ നിൽക്കണെന്തിട്ട്? വാടാ മോനെ. ഇത് അടിക്കാൻ വിടില്ല, എനിക്ക് അറിയാം. ചടേ ഡേ സീനാക്കണല്ലേ സാർജ്. ഗൈസ് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം. സാർജേ മോനെ അവൻ അടുത്തോണ്ട് വരണതിന് മുന്നേ എനിക്ക് പൊട്ടിക്കണം. എനിക്ക് അവന് ഇഷ്ടമല്ല. അവൻ അടുത്തോണ്ട് വരുമ്പോൾ പേടിയാ അവിടെ. ഇപ്പം എൻ്റെ ഉണ്ടല്ലേ അപ്പാ തോന്നി. എനിക്കറിയാം അവൻ ജയിക്കുമെന്ന്. ഈ കളി എനിക്ക് ജയിക്കാം. നോർമൽ ആളിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യണ പോലെ. പക്ഷെ ഇതൊത്തിരി തടിയനാണ്. ഇവൻ്റെ ഒരു ദൂരെ നിൽക്കണം കേട്ടോ. ശരി, ഈ റൗണ്ടിലെ കളി എനിക്ക് മനസ്സിലായി എന്തിട്ടാണെന്ന്. എനിക്ക് റിവേഴ്സാണ് ചെയ്യേണ്ടത് കൂടുതലും. ഓടിക്കോ ചാടിക്കോ. എന്നാലും ഒരു കളി ജയിക്കാൻ പറ്റി. ഒരു കളി ഇനി എനിക്ക് ജയിക്കാറാവാറായി. കുഴപ്പമില്ല, പറ്റും എന്നെ കൊണ്ട്. എനിക്കതൊരു ലോങ് റേഞ്ചിൽ നിന്ന് ഫൈറ്റ് ചെയ്യണം. ആദ്യത്തെ കളി എങ്ങനെയെങ്കിലും ജയിക്കണം. ബാക്കി 2 കളി ജയിക്കണം. പക്ഷെ ഇന്ന് സാർജിൻ്റെ അടി വാങ്ങിക്കണേണ് എൻ്റെ പ്ലാൻ. ആദ്യം ബാക്കിലോട്ട് വെക്കണം. എനിക്ക് മനസ്സിലായി. എനിക്ക് സ്പിയറാണ് നല്ലത്. പക്ഷെ ഒത്തിരി കൂടെ സ്പീഡുണ്ടെങ്കിലേ നടക്കുള്ളൂ. മനസ്സിലായി. ആദ്യത്തെ കളിയിലെ ഇവൻ കൊച്ചു വാവയല്ലേ. ആദ്യത്തെ കളിയിലെന്നു അവനെ പുഷ്പം പോലെ പറഞ്ഞു വെച്ചോണിച്ച. അയ്യോ പുഷ്പം പോലെ പറ്റൂലേ. ഡേ പറ്റിക്കല്ലേ. It's too much close. Heart attack. ബാക്കി പോ. തോറയില്ലേ നമ്മളെ സാർജ് കൂട്ടാൻ. അപ്പുറത്ത് പോ. നമ്മൾ ഷാഡോ ഫൈറ്റ് 2 അല്ലല്ലേ ഇത്? ആയിരുന്നെങ്കിൽ ഇതാ. ഇതെങ്ങനെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് കൂടാ? എടാ സാർജ്, എനിക്ക് നിന്നെ പേടിയല്ലടാ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത മൂവി. ഇവൻ്റെ എങ്ങനെയെങ്കിലും സാർജിനെ നിർത്തണം.
മനസ്സിലായ സാർജൻ്റെ വാവേ പൊന്ന് സാർജ് വാട തോന്നിയടി സാർജ് വേണ്ടടി വേണ്ട. പക്ഷെ ഇത്തവണ എനിക്കത് തോപ്പിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അത് മതി, മോട്ടിവേഷൻ വീഡിയോ ഉണ്ട്. എനിക്ക് സാർജിൻ്റെ വീക്ക്നെസ് നോക്കിയിട്ട് വരട്ടെ ഗൈസ്. സാർജിൻ്റെ വീക്ക്നെസ് ഒന്ന് പെട്ടെന്ന് യൂട്യൂബ് ഗൈസ് മനസ്സിലായി. ഒരു ഫൈറ്റ് ചെയ്ത് നോക്കാം. ഈ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോർമൽ ഞാൻ ഒരു വ്യക്തിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യൂലേ. പോയി പണി നോക്കട്ടെ സാർജേ. നീ ആരായിരുന്നു ഒരു ബോസിൻ്റെ പേരും വച്ചുകൊണ്ടിരിക്കണം ഒരു മനുഷ്യൻ? നിൻ്റെ പേരിൽ എന്തിനുണ്ട്? എൻ്റെ പൊന്ന് സാർജേട്ടാ വെറുതെ വിടില്ലേ എന്നെ. നീ അടിച്ച് പൊട്ടിക്കട സാർജ. അതിനെ ഞാനും ആഗ്രഹിക്കുന്ന. ഞാൻ അടിക്ക്, നീ എന്നെ അടിക്കടാ. അനുപുരം തന്നെ ആദ്യത്തെ കളി പറ്റുക. കാരണം നാണക്കേടല്ലേ മനസ്സിലായോ? ഒരു മിനിറ്റ് കഴിച്ച് ഞാൻ ഒരു വാള എടുത്തോണ്ട് നമുക്ക് നോക്കാം. ചെക്കുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു. ഇവനെ കിട്ടിയ അല്ലേ, എന്നിട്ട് പോവാം അല്ലേ. ഇത് നല്ലതാണ്, കുഴപ്പമില്ല. ഫൈറ്റ് ചെയ്ത് കമോൺ. സ്പീഡാണ് വേണ്ട. 26 മിനിറ്റായി വീഡിയോ ഇപ്പോൾ. സാർജ് പോണേ. ഇപ്പോൾ കണ്ടോ ഡാമേജ് ഇല്ലെങ്കിലും എനിക്ക് ആ ഒരു ഇത് കിട്ടി. ഭയങ്കര വലിയ ട്വിസ്റ്റ് ഫൈറ്റാണിത്. വാളെന്തോന്ന് പോയ, എവിടെ നിന്ന് പോയി വാള് പോയി. നല്ല കാര്യം. ഇനി ഈ ഫൈറ്റ് തൊട്ട് നമ്മൾ കാണിക്കാം. ഈ വാള് പറ്റിച്ചെന്നിത്തിരി ഒരു സ്പീഡാണ് ഇവൻ്റെ മുമ്പിലുള്ള ആയുധം. സാർജിന് ഡാമേജ് എടുക്കണില്ല. ഞാൻ ഡിഫറെൻറ്റ് കോംബോസ് ട്രൈ ചെയ്യണം. ഡേ ഓക്കേ. ഈ പൊന്തം തടീന് സ്പീഡില്ല. പോ. ഞാൻ ഇവൻ്റെ മേളിൽ അറ്റാക്ക് പറഞ്ഞിരുന്നാലേ ഇവനെ തോപ്പിക്കാൻ പറ്റുള്ളൂ മനസ്സിലായി. റിവേഴ്സ് ആക്കുന്നുണ്ട് ഇവൻ. ഇത് പറ്റില്ല, ഞാൻ പോകുന്നു. ഇതിനേക്കാൾ നല്ലപോലെ ഞാൻ അതിട്ട് ഫൈറ്റ് ചെയ്യാം. എനിക്ക് തല ഇറങ്ങുന്നു. ഇത് ഇങ്ങനെ കുമ്പളങ്ങയായിട്ട് ഇവിടെ ഫൈറ്റ് ചെയ്യുന്നു. എന്തൊരു അപ്ഡേറ്റാണ്. ഇനി ട്രൈ ചെയ്യാനായിട്ട് ഒന്നുമില്ല. എന്താ ഇവിടെയുള്ള എല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാ. ഇതും കൂടെ ഉണ്ട്, എക്വിപ്പ് ചെയ്ത് നോക്കാം. ഫൈറ്റ് ചെയ്യാൻ വാങ്ങോ ചോദിക്കല്ലേ ജൂണേ. ഞാൻ പോകുന്നു ഫൈറ്റ്. എനിക്ക് പറ്റാണെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്തോളാം. ചോദിക്കേണ്ട ആവശ്യമില്ല ജൂണ്.
30 മിനിറ്റിലെ വീഡിയോ ആയി. എനിക്ക് അവന് ഡാമേജേ കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ തിരിച്ചോണ്ട് ബൈ ബൈ. സറണ്ടർ. എനിക്ക് മനസ്സിലായി എന്തിനാണ് പ്രശ്നം. ഞാൻ പോണു തിരിച്ച്. നീ എന്നെ മതിയാടാ, നീയാണ് ജീവൻ. ഓക്കെ, ഹാർഡിലോട്ട് വീണ്ടും എത്ര അവിടെ ഞാൻ ഫൈറ്റ് ചെയ്തപ്പോൾ എൻ്റെ തല ഇറങ്ങിയാണ്. ഇതിന് ചാൻസേ ഞാൻ കൊടുക്കില്ല. മോട്ടിവേഷൻ സ്പീക്കർ സാർജ വേണ്ടെന്ന് പറഞ്ഞില്ലേ. ദേഷ്യം വന്ന സാർജൻ്റെ കവാലത്ത് 2 കൊടുത്ത്. ഇനി എനിക്കെന്ത് ഇതിൻ്റെ ഡാമേജ് കൂട്ടാൻ വയ്യ. ദൈവം തോക്കാൻ കണ്ട മനസ്സിലായ എന്നെ ഇപ്പം മൂലക്കിട്ട് ഇടിക്കുന്നു. ആ മൂലയല്ല, എന്നെ ഈ ഷാഡോ ഫൈറ്റിൻ്റെ ഈ സ്ഥലം ഉണ്ടല്ലേ, ആരും മോസ്റ്റ് പേടിപ്പെടുത്തുന്ന സീൻ ഇൻ ദ ഷാഡോ ഫൈറ്റ്. എന്നാലും നല്ല ഡാമേജ് കൊടുത്തോണ്ടോ കണ്ടെങ്കിലും ഓക്കെ. നല്ല ഡാമേജ് കൊടുക്കും നമ്മൾ. കളി ജയിച്ചെങ്കിലല്ലേ കാര്യമുള്ളൂ. ഒടിക്ക് ചാടടാ നീ. എവിടെ നിന്ന് ചാടുന്നു? എൻ്റെ ക്യാരക്ടറിന് ചാടാ അറിഞ്ഞൂടാ. നീ എൻ്റെ മുമ്പിൽ നീ വാവേണു. വാടാ വാവേ. വട്ട് പിടിച്ചെന്ന് തോന്നുന്നു. അറിഞ്ഞൂടാ. ഈ കളയിലൊന്ന് എങ്ങനെയും ചെയ്തോടാ സാർജ് വാവേ. എൻ്റെ മോനെ സാർജ ഒരുപാട് നേരെ. നീ പോടാ. നീ ആര്? അപ്പുറത്തെ വീട്ടിലെ അമ്മാവൻ. ഇനി ഈ കളി കളിച്ച് ട്രൈ സാർജ് എന്ന് എഴുതാ ഗൈസ്. ഓക്കെ, ഞാനഥവാ വേറല്ല എൻ്റെ വഴിയുണ്ട് ഇരിക്കാനായിട്ട്. ഇതെൻ്റെ ഉണ്ട്. അയ്യോ, ഞാൻ അറിയാതെ എൻ്റെ ജെംസ് കൊടുത്തു. വാ ഈയാടാ. ഡാമേജ് കൂട്ടി. 82 വയസ്സ് ഡാമേജ്. കുഴപ്പമില്ലല്ലേ? വേറെ ഇനിയെല്ലാം ഉണ്ടോ? എല്ലാം തീർന്നങ്ങനെ നമ്മൾ കെയർ ചെയ്യണങ്ങ്. എനിക്ക് ഈസി ആയാലും ഇവനെ തോപ്പിക്കാൻ പറ്റും. ആ ഗതിയായി. ലാസ്റ്റാണിത് കളി. അത് കഴിഞ്ഞ് ഞാൻ പോകും. ഒത്തിരി കൂടെ ഡാമേജ് കൂടിയിട്ടുണ്ട് ഇതിന്. അവിടെ ക്ലോസ് വാ പെട്ടെന്ന് ക്ലോസ് വരാൻ പറഞ്ഞപ്പോൾ നീ കേൾക്കില്ലടാ. ഞാൻ പറയണ നീ കേൾക്കുകയില്ല. ഞാൻ പറയണ നീ കേൾക്കില്ലടാ. ഞാൻ പറയണ നീ കേൾക്കില്ലല്ലേടാ. മനസ്സിലായി? ഞാൻ പറയണ നീ കേൾക്കില്ലല്ലേ? കേൾക്കണ്ടടാ. ഞാൻ കേൾക്കിപ്പിച്ചോളാടാ. ആരിത്? ഇവനാരാണെന്ന് മനസ്സിലായിട്ടോ ചേട്ടായി. ഒരു മനസ്സിലാക്കിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു ചേട്ടായി. അടിക്കാമെന്ന നീ തിരക്ക് ഞാൻ തരുവടാ. ഒന്നാമത് അയ്യോ തോറിൻ്റെ അമ്മാവനാ. അണ്ണൻ തോറിൻ്റെ അമ്മാവനാ. എനിക്ക് വേണ്ടി മെർസി ഒന്നും വേണ്ടണ. എൻ്റെ മെർസി തരാമോ? ഇത്ര പറ്റും മോനെ, പറ്റും. ഡാമേജ് കൂടി പറ്റും.
എന്തിനാണ് ഇവൻ അടിക്കുന്നത് തന്നെ? ഇതിട്ട് ഇവൻ ഇത്ര കൂടുന്നുണ്ട് ഗൈസ്. ഇറ്റ്സ് ടൈം ഫോർ ഡു ഇറ്റ്. ഗൈസ് കരച്ചിൽ വരണേ, കണ്ണീര് വരണേ. കോമ്പോസ് അടിക്കുന്നു കണ്ടോടാ. എനിക്ക് കോമ്പോസ് വേണം അല്ലേ? ഞാൻ അതൊക്കെ വിചാരിച്ചു പാവല്ലേ. പോട്ടെ. ലാസ്റ്റിന് ഒരു കളി കളിക്കട്ടാ. തോറ്റൊരു വരിയായി. ഒത്തിരി പ്രാക്ടീസ് ചെയ്ത സാർജൻ്റ് കൂടെ വാകാർക്ക്. ഇത് ലാസ്റ്റ് ട്രൈ ആണ്. ഞാൻ അവനെ തോപ്പിച്ചേനെ. പക്ഷെ ചില സമയത്ത് എനിക്ക് എന്തിനാണോ എന്തോ പറ്റണം. ഒത്തിരി ചാൻസ് കൂടുമ്പോൾ ഡാമേജ് കൂടിയിടാൻ. ഞാൻ പറഞ്ഞ കേക്കടാ എൻ്റെ പൊന്ന് സാർജ് വാവേ. എൻ്റെ ഡാമേജ് ഡിക്രീസ് ആവാറില്ല മോനെ. ഞാൻ തന്നെ ജയിക്കുന്നു അസാധാരണമായി. ഈ മാച്ച് എൻ്റെ തലയിൽ. ഇവൻ്റെ വൃത്തിയായിട്ട് ഷാഡോ എനർജി എടുക്കുകയാണ്. അല്ലാതെ ഇവനെ കൊണ്ട് എന്തിനു പറ്റും? അല്ലാ പാടങ്ങി ഷാഡോ എനർജി. ഇവൻ്റെ തന്നെ ഞാനേ ദൂരെ ഇരിക്കണമെന്ന് എന്നെ പ്രാർത്ഥിച്ചതാ. നീ ആര് ഷാഡോ കിങ് ആടാ? നീ ആര് ഷാഡോ കിങ് ആണ്? എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ പോവും, സത്യം പറയുന്നു. പിന്നെ ഒരു എപ്പിസോഡ് കേസ് നമുക്ക് ഇവനെ തോപ്പിക്കാം. ഓട് ചാടണം. എവിടെ നിന്ന് ഇവൻ ചാടണം? എവിടെ നിന്ന് ചാടണം? കെട്ടേൻ. അയ്യോ ഇതൊക്കെ ഇട്ട് കെട്ടിയിട്ട് ചെറുക്കൻ പൊളിയല്ലേ? ചാർജ് ചേട്ടൻ പൊളിയല്ലേ? അല്ലേ ചാർജ് ചേട്ടമ്പോൾ നാളിലടാ കൊച്ചുങ്ങളോട്. ഇപ്പോൾ ഒന്നത്തിൻ്റെ കൂടെ അടി കൊടുക്കാൻ ഒരാടും കൂടെ ഉണ്ട് ലാസ്റ്റ്. ഓക്കെ ഗൈസ്, ഞാൻ കമൻട്രി ഒന്നും കൊടുക്കുന്നില്ല. എനിക്ക് നല്ല കോൺസെൻട്രേഷൻ വേണം ഇപ്പോൾ ഒത്തിരി. ഈ തോർ എന്തിനിവനാവണ? എനിക്കിവൻ തോറാവണം ഇഷ്ടപ്പെടുന്നില്ലേ. എൻ്റെ ഫേവറേറ്റ് ഹീറോ ആണ് തോർ. എന്നെ പോലെ അല്ലടാ. ചേടാ അവൻ്റെ തലക്കിട്ടടിച്ചെന്ന്. എനിക്ക് ജയിക്കായിരുന്നു സത്യം. ഗസ് എന്നെ വിഷമത്തോടെ പറയാണ്, നമ്മൾ ഈ എപ്പിസോഡ് തന്നെ തോപ്പിക്കും ഉറപ്പാണ്. ഒരു 2 മിനിറ്റ് ഗൈസ്, 40 മിനിറ്റ് ആവും. 40 മിനിറ്റ് ആവാനെ ഞാൻ അടയ്ക്കും. ഇത്ര നേരമായിട്ട് ഇവനെ വീടെടുക്കാൻ സമ്മതിക്കുന്നില്ല. എൻ്റെ വ്യൂവേഴ്സ് വിഷമിക്കുന്നു, ഞാൻ വിഷമിക്കുന്നു. നിന്നൊക്കെ കാണണം. ഞാൻ റിവേഴ്സ് ചെയ്യുന്നില്ല, ഞാൻ റിവേഴ്സ് ചെയ്യുന്നില്ല. എല്ലാം ഇവനങ്ങ് എടുത്തോണ്ട് പോവുകയില്ലേ എൻ്റെ പോയിൻറ്റ്സ് എല്ലാം. എടുക്കടാ, നീ എന്നെ അടിക്കടാ. അടി കൊണ്ടാലേ ലെജൻസ് ആവും. അത് തന്നെ ലെവൽ 1-ൻ്റെ ആർമറ, ലെവൽ 1-ൻ്റെ വെപ്പണ എടുത്തോണ്ട് പോവുകയാണെങ്കിൽ ഇവനെ പച്ചയ്ക്ക് വിടൂല. ഞാൻ പറയണം, ഇവനെ വച്ചയ്ക്കില്ല. ആ ഗദ്ദിയാണ്. അതാ ഒരു മിനിറ്റ് ഗൈസ്, ഒരു മിനിറ്റ്. ഇതാ വരണേ ഗൈസ്. എന്താ വരണേ? പെർഫെക്റ്റ്. അവനെന്നെ അടിച്ചില്ലേ? ഇവൻ ഇപ്പം അടിക്കും. തലയിലടി. തലയിലടി എനിക്ക് ഇഷ്ടമാണ് തിരുപ്പ. ഇപ്പോൾ തലയിലടി ഒത്തിരി കൂടുന്നുണ്ട് സാർജേ. മതിയോടാ, ഇനി വേണ്ടടാ. നീ സാർജനടാ. നീ അപ്പുറത്തെ വീട്ടിൽ ആരടാ? നീ ആരടാ? നീ ആരടാ? നീ ആരടാ?
ഈ റൗണ്ട് ജയിച്ചാൽ ഐ ആം ദ കിങ് ആൻഡ് ഈ ബിക്കം ദി അൺലെസ് കിങ്. എന്തത് എന്തോന്ന് ചാട് 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 ബ്രോ. ഗായ്സ് അപ്പോൾ അതെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. നമുക്ക് വീണ്ടും കാണാം ഗായ്സ്. ബൈ ബൈ.